ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യയാണ്. ഈ വംശഹത്യ ഉടനെ അവസാനിപ്പിക്കണം. വംശഹത്യയുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ഇസ്രായേൽ നശിപ്പിക്കാൻ പാടില്ല. ഇതുമാത്രമല്ല, ഗാസ ഭാഗത്തെ പാലസ്തീൻ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നേരിട്ട് എത്തണം. ഇങ്ങനെ 5 നിബന്ധനകൾ ICJ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസ് പുറപ്പെടുവിച്ചു. ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇസ്രായേലിന്റെ അന്വേഷണം അങ്ങോട്ടേക്ക് പോകുന്നു. ഇതിന് ഒരു കൗണ്ടർ കൊടുക്കാനായി ഐക്യരാഷ്ട്രസഭയെ എതിർക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. പ്രത്യേകിച്ച് ഒന്നുകൂടി എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ, മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധം വേഗമാവട്ടെ എന്ന് ഇസ്രായേൽ മന്ത്രിക്കുന്നു എന്ന് പറയാം. ഇസ്രായേൽ ഹമാസ് പ്രശ്നം വലിയ രീതിയിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്റർനാഷണൽ സമുദായം ഹമാസിനെതിരെ വലിയ രീതിയിൽ കളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐക്യരാഷ്ട്രസഭ, വേൾഡ് ബാങ്ക് ഇതൊക്കെ ലോകരാജ്യങ്ങൾക്ക് പൊതുവായിട്ടുള്ളതാണ് എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം പാശ്ചാത്യ രാജ്യങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇനി എന്തൊക്കെ വന്നാലും ഇങ്ങനെയല്ലേ വരുമെന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ സൗത്ത് ആഫ്രിക്ക എന്ത് ചെയ്തു? ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ഹമാസിനെതിരെ, ഗാസ ഭാഗത്തെ പാലസ്തീൻ ജനങ്ങൾക്കെതിരെ ഇസ്രായേൽ വംശഹത്യ ചെയ്യുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തി ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ആ കേസ് ഫയൽ ചെയ്ത സമയത്ത് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കെതിരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ആ കേസ് അവർ വിഡ്രോ ചെയ്തില്ല. ആ ഒരു കേസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് ഗവേഷണം നടത്തി തെളിവുകളെല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷം ഒരു ഇടക്കാല ഉത്തരവ് പുറത്തുവിട്ടു. ഒരു ജഡ്ജ് മാത്രമല്ല, അവിടെ നിരവധി ജഡ്ജസ് ഉണ്ടായിരുന്നു. ഉഗാണ്ട ജഡ്ജ് മാത്രമാണ് ഇതിന് എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും അവസാന വിധി എന്നത് ഒരു ലേഡി ജഡ്ജിന്റെ അവസാന തീരുമാനമായിരുന്നു. ആ ഒരു വിധിയിലാണ് ഇസ്രായേൽ ചെയ്തത് വംശഹത്യയാണ്. അതിന്റെ തെളിവുകളൊന്നും ഇസ്രായേൽ നശിപ്പിക്കാൻ പാടില്ല. വംശഹത്യ ചെയ്യുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണം എന്ന രീതിയിലുള്ള നിബന്ധനകൾ വന്നത്. ഈ ഒരു വിധി പുറത്തു വന്നതോടെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും വലിയ രീതിയിൽ സന്തോഷം ലഭിച്ചു. ഇതൊരു ഇടക്കാല ഉത്തരവായതുകൊണ്ട് തന്നെ വെറുതെ വിട്ടില്ല. ഇതും ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യയാണെന്ന്. വംശഹത്യ നടത്തുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു വിധിയെ ഓർത്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്ക എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇസ്രായേലിനെതിരായ വംശഹത്യ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഇങ്ങനെ അമേരിക്ക പറഞ്ഞതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? വീണ്ടും ഇസ്രായേലിനെ വംശഹത്യ ചെയ്യൂ എന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണോ? യെസ്, വീണ്ടും $15 ബില്യൺ അമേരിക്കൻ ഡോളർ എക്സ്ട്രാ ഈ ഒരു വർഷത്തെ മിലിറ്ററി ബഡ്ജറ്റിനായി മാറ്റാൻ പോകുന്നു. $15 ബില്യൺ അമേരിക്കൻ ഡോളർ ഗാസയെ എതിർക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ മിലിറ്ററി ബഡ്ജറ്റിലോട്ട് മാറ്റുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഈ $15 ബില്യൺ അമേരിക്കൻ ഡോളർ ഇതിലേക്കായി മാറ്റിവെച്ചതല്ല പ്രശ്നമായത്. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഒരു അഗ്രിമെന്റ് സൈൻ ആയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പല ഡീലുകളിലും സൈൻ ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ അയൺഡോം ആണ് ഇസ്രായേലിലുള്ളത്. അയൺഡോം മാത്രമല്ല, മറ്റു പല സഹായങ്ങളും അമേരിക്ക ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെ അമേരിക്ക ഇസ്രായേലിന് സപ്പോർട്ടായി അൺഫൗണ്ടഡ് എന്നൊരു വാക്ക് ചേർത്തപ്പോൾ തന്നെ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഐക്യരാഷ്ട്രസഭയുടെ UNRWA എന്ന ഒരു സംഘടന, അതായത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ റെഫ്യൂജീസ്. സോ ഈ ഒരു ഏജൻസിയിലെ ഫണ്ട് ഇസ്രായേൽ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇസ്രായേൽ മാത്രമല്ല, ആ ഒരു സംഘടനയിലേക്ക് പോകുന്ന ഫണ്ട് അമേരിക്കയും സ്റ്റോപ്പ് ചെയ്തു. അമേരിക്ക സ്റ്റോപ്പ് ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കാനഡയും സ്റ്റോപ്പ് ചെയ്തു. ഇവർ മാത്രമല്ല, കാനഡ സ്റ്റോപ്പ് ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഓസ്ട്രേലിയയും ഈ ഒരു സംഘടനയിലേക്കുള്ള ഫണ്ട് സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങൾ, ഇസ്രായേലിന് അനുകൂലമായി അമേരിക്കയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം UNRWAയിലേക്കുള്ള ഫണ്ട് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു സംഘടനയിലേക്കുള്ള ഫണ്ട് എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒക്ടോബർ മാസം 7-ാം തീയതി നടന്ന ആക്രമണത്തിൽ ഈ UNRWAയിലുള്ള അംഗങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ UNRWA എന്ന സംഘടന ഇനി പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇനിയും വീണ്ടും ഞങ്ങൾ ആക്രമണം നടത്തും. അതുകൊണ്ട് തന്നെ ഇവർ എല്ലാവരും ഗാസ ഭാഗത്തു നിന്നും പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. സോ അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാസ ഭാഗത്തെ ജനങ്ങൾക്കെതിരെ ഞങ്ങൾ വംശഹത്യ ചെയ്തു എന്നതിന്റെ എവിഡൻസ് നിങ്ങളാണ് കളക്ട് ചെയ്ത് കൊടുത്തത്. അതായത് ഇൻഡയറക്റ്റ് ആയി ഹമാസിന്റെ ആക്രമണത്തിന് നിങ്ങൾ കൂട്ടായി നിന്നു എന്ന് പറഞ്ഞ് UNRWAക്കെതിരായ കരുനീക്കാൻ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ഇങ്ങനെയൊരു കളി നീക്കം അവിടെയുള്ള റെഫ്യൂജീസ്, അവർക്ക് കിട്ടുന്ന ആഹാരം വളരെ കുറച്ച് ആഹാരം മാത്രമാണ് 3 നേരവും അവർക്ക് കഴിക്കാൻ കിട്ടുന്നത്. അതും ഇസ്രായേൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അതിന് സപ്പോർട്ടായി മറ്റു പല രാജ്യങ്ങളുമുണ്ട്.
ശരിക്കും ഈ ഐക്യരാഷ്ട്രസഭ, UNRWA എന്ന സംഘടന ഇതെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണോ, അതോ ഒരേ ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണോ? മൾട്ടിപോളാർ വേൾഡ് രൂപം കൊള്ളണം, റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങൾ ഒന്നിച്ചേരണം, ബ്രിക്സ് വളരണം. ഇങ്ങനെ പറയുന്നതിന്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു സമയത്ത് മിഡിൽ ഈസ്റ്റിൽ ഇത് വളരെ വലിയൊരു പ്രശ്നമാകുന്നു. ഇസ്രയേൽ പറയുന്നുണ്ട്, ഖത്തറിന് മാത്രമേ ഹമാസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്കായി ചർച്ചയിൽ ഏർപ്പെടണം. ഇങ്ങനെ പറയുന്നതിന്റെ പിന്നിലും ഒരു കാരണമുണ്ട്. കാരണം ഹമാസിന് ഫണ്ട് ലഭിക്കുന്നത് കുറച്ച് ടാക്സ് മൂലം ലഭിക്കും, പിന്നീട് കിട്ടുന്നത് ഖത്തറിൽ നിന്നുമാണ്. അതിനും ശേഷമാണ് ഇറാന്റെ ഫണ്ട് ഹമാസിന് ലഭിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഖത്തറിനെ ഇതിൽ വലിച്ചിടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഖത്തറിൽ നിന്നുമുള്ള ഫണ്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നതാണ്. സോ ഹമാസിന് ആവശ്യമായ ആയുധങ്ങൾ ലഭിക്കാൻ പാടില്ല, പണം ലഭിക്കാൻ പാടില്ല, ആളുകൾ വരാൻ പാടില്ല, ഐക്യരാഷ്ട്രസഭ ഇൻഡയറക്റ്റായി സഹായം ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വ്യക്തമായ പ്ലാനിങ്ങോടെ ഇസ്രയേൽ ഖത്തറിനെയും ഇപ്പോൾ വലിച്ചിഴിച്ചിരിക്കുകയാണ്. ഹൂതീസ് കഴിഞ്ഞ ദിവസവും ആക്രമണം നടത്തിയിട്ടുണ്ട്. ബ്രിട്ടന്റെ ഒരു ടാങ്കർ കപ്പലിനെതിരെയാണ് ഒരു മിസൈൽ വിക്ഷേപിച്ചിരുന്നത്. മിസൈൽ വന്ന് വീണപ്പോൾ തന്നെ കപ്പൽ കത്താൻ തുടങ്ങി. ഇതിൽ രക്ഷപ്പെടുത്താനായി 3-4 രാജ്യങ്ങൾ കൂടി ശ്രമിച്ചു എന്നതും അതിൽ ഇന്ത്യ ഉൾപ്പെടുമെന്നതും ശ്രദ്ധേയമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് അറിയാമോ? ICJയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വിധി വന്നു. അതിനുശേഷവും കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസം കൊണ്ട് 193 പാലസ്തീനിയൻസിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. അതുമാത്രമല്ലല്ലോ, ഇനിയും ആക്രമണം നടത്തും, ഖാൻ യൂനിസ് ഭാഗത്തു നിന്നും എല്ലാവരും പുറത്തു പോകൂ എന്നൊരു അറിയിപ്പും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. സഹായങ്ങൾ, ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നും സഹായങ്ങൾ ഗാസ ഭാഗത്തേക്ക് എത്തുന്നില്ല. റാഫ ക്രോസിംഗ് വഴി ഇസ്രയേൽ സഹായങ്ങളൊന്നും കടത്തിവിടുന്നില്ല. കഴിഞ്ഞ ദിവസം ഈജിപ്ത് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മെ വലിയ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി അവരുടെ കൺട്രോളിലാക്കാൻ, ഇസ്രയേലിന്റെ കൺട്രോളിലാക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നു. നമ്മുടെ നയതന്ത്രജ്ഞരെ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു വിളിച്ചാലോ, ഇനി വീണ്ടും ഇസ്രയേലുമായി ഒരു ബന്ധം വേണോ, ഇങ്ങനെയുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു മീറ്റിംഗിൽ നടന്നിരുന്നത് എന്ന് പറയുന്നു. മിഡിൽ ഈസ്റ്റിൽ ഈജിപ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. മിഡിൽ ഈസ്റ്റിൽ ഖത്തർ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇവരെല്ലാം പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തന്നെയാണ്. സോ മിഡിൽ ഈസ്റ്റ് മുഴുവനായും അവിടെ എന്താണ് നടക്കുന്നത് എന്നത് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. യമൻ രാജ്യത്ത് ഹൂതീസിനെതിരായ ആക്രമണം അമേരിക്കയും UK കൂടി ചെയ്യുന്ന സമയത്ത് ഇവർക്കെതിരെയുള്ള ആക്രമണം ഹൂതീസും ചെയ്യുന്നുണ്ട്. സോ മിഡിൽ ഈസ്റ്റ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്തും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റ് ആണ് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഒരു സ്ക്വാഡ്രൺ ഓഫ് F-35, അതായത് 25 F-35 എയർക്രാഫ്റ്റ്, സോ 25 F-35 എയർക്രാഫ്റ്റും, അടുത്തതായി F-15A സ്ക്വാഡ്രൺ, അതും 25 എണ്ണം. Apache squadron is at least 12 compact helicopters. Also many thousands of weapons and technology transfer. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് ഡീലിൽ ബൈഡൻ സൈൻ ചെയ്തിരിക്കുന്നു. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇസ്രയേൽ എയർ സ്ട്രൈക്ക് വളരെ സ്ട്രോങ് ആയി ചെയ്യാൻ പോകുന്നു. അതിന് സപ്പോർട്ടായിരിക്കുന്ന ഒരു രാജ്യം അമേരിക്ക. എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡീലിൽ സൈൻ ചെയ്യണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രശ്നം മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിലേക്ക് വന്ന് അത് ഇറാനിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുമെന്ന ആലോചനയിലാണ് അമേരിക്ക. അതേ രീതിയിൽ തന്നെ ഇസ്രയേലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 2 രാജ്യങ്ങളും തമ്മിൽ ഒരു ഡീൽ സൈൻ ആയിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇതേപോലെ ഒരു ഡീൽ മറ്റ് 2 രാജ്യങ്ങളുമായും ചെയ്യുന്നുണ്ട്. ഒന്ന് തുർക്കി, മറ്റൊന്ന് ഗ്രീസ്. ഈ തുർക്കി, ഗ്രീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ്. ഈ 2 രാജ്യങ്ങൾക്കും ആയുധം കൊടുക്കാൻ പോകുന്നു. അതും ഈ വർഷം തന്നെ, വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കുമെന്ന അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും മാസങ്ങളായി സഹായം ചോദിച്ചുകൊണ്ടിരുന്ന ഉക്രൈനെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അമേരിക്ക, പണമില്ല എന്ന് പറയുന്ന അമേരിക്കൻ കോൺഗ്രസ് സഭ, ഇസ്രയേലിന് ഇപ്പോൾ ഇത്രയും ഹെലികോപ്റ്റേഴ്സും ഇത്രയും എയർക്രാഫ്റ്റും കൊടുക്കുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ആയുധങ്ങൾ ഈ വർഷം തന്നെ കൈമാറുമെന്ന് പറഞ്ഞതും, ഐക്യരാഷ്ട്രസഭയുടെ സഹായങ്ങൾ മുഴുവനായും സ്റ്റോപ്പ് ചെയ്തതും, ICJയുടെ വിധി മാനിക്കാതെ വീണ്ടും 193 പാലസ്തീനിയൻസിനെ കൊലപ്പെടുത്തിയതും, ഈജിപ്തുമായുള്ള ബന്ധം കട്ട് ചെയ്യാൻ ആലോചിക്കുന്നതും മിഡിൽ ഈസ്റ്റിൽ വളരെ വലിയ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓയിൽ, ഗ്യാസ് ഇവയൊക്കെ അമേരിക്ക എക്സ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് ചില രാജ്യങ്ങൾക്ക് കൊടുക്കില്ല എന്ന്, എക്സ്പോർട്ട് ചെയ്യില്ല എന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രധാന കാരണം യുദ്ധം.
ഈ യുദ്ധം വലുതായാൽ അമേരിക്കയ്ക്ക് ആവശ്യമായ ഗ്യാസ് ചിലപ്പോൾ ലഭ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കുറച്ചായി എക്സ്പോർട്ടിംഗ് കുറച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. പക്ക പ്ലാനോടുകൂടി തന്നെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. നോക്കാം ഇനിയും എന്തൊക്കെ അപ്ഡേറ്റുകളാണ് വരാൻ പോകുന്നത് എന്ന്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.